ഒരു വർഷത്തെയാണ് മുന്നിൽ കാണുന്നതെങ്കിൽ കൃഷി ചെയ്യുക. നിങ്ങൾ 10 വർഷത്തെയാണ് മുന്നിൽ കാണുന്നതെങ്കിൽ ഒരു വൃക്ഷം നടുക. നിങ്ങൾ ഒരു നൂറ്റാണ്ടിനെയാണ് മുന്നിൽ കാണുന്നതെങ്കിൽ കുട്ടികളെ നന്നായി വളർത്തുക. നെഹ്റു. ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട അനിമൽ. വെൽക്കം ടു മൈ ചാനൽ. ഞാനും ഇനി തമ്പുവും. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നവംബർ 14 ശിശുദിനമാണ്. നമ്മുടെ പ്രസംഗമൊക്കെ പഠിച്ചു വരുന്ന കൊച്ചു കൂട്ടുകാർക്ക് സിമ്പിളായിട്ട് പറയാൻ പറ്റുന്ന ഒരു പ്രസംഗത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ബഹുമാനപ്പെട്ട അധ്യാപകരെ, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് നവംബർ 14 സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനം. 1889 നവംബർ 14 അലഹബാദിൽ മോത്തിലാൽ നെഹ്റുവിൻ്റെയും സ്വരൂപ് റാണിയുടെ മകനായിട്ടാണ് നെഹ്റു ജനിച്ചത്. രാഷ്ട്രസഭയിലും ചേരിചേരാ കൂട്ടായ്മയിലും ഇന്ത്യയുടെ ശബ്ദം മുഴങ്ങിക്കേൾക്കാൻ കാരണമായ ആളായിരുന്നു അദ്ദേഹം. എഴുത്തുകാരനും പ്രഭാഷകനും രാഷ്ട്രീയ ചിന്തകനുമായ അദ്ദേഹം കുട്ടികളുമായി സംവദിക്കാൻ സമയം കണ്ടെത്തിയിരുന്നു. ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ ഇന്ത്യ എന്ന് വിശ്വസിച്ചിരുന്ന അദ്ദേഹത്തിനോടുള്ള ആദരസൂചകമാണ് നമ്മൾ നവംബർ 14 ശിശുദിനമായി ആഘോഷിക്കുന്നത്. സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാനുള്ള കുട്ടികളുടെ അവകാശത്തിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഓരോ ശിശുദിനവും കടന്നു പോകുന്നത്. എന്നാൽ ഇന്നും ഒരുപാട് കുട്ടികൾ ബാലവേലയ്ക്കും മറ്റ് ചൂഷണങ്ങൾക്കും വിധേയരാകുന്നു എന്ന് കേൾക്കുമ്പോൾ സങ്കടം തോന്നാറുണ്ട്. ഭാരതത്തിൻ്റെ ഭാവിയെ കുഞ്ഞു കൈകളിൽ വഹിക്കുന്ന ഓരോ കുട്ടികൾക്കും അറിവും ഭക്ഷണവും സുരക്ഷിതമായ ജീവിതവും കിട്ടണമെന്നായിരുന്നു ചാച്ചാജിയുടെ സ്വപ്നം. സ്കൂളിൽ പോകാൻ കഴിയാത്തതും ചൂഷണങ്ങൾ ഏറ്റുവാങ്ങിയ കുട്ടികളെ കണ്ടെത്തി സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുന്നു. ജയ് ഹിന്ദ്. എൻ്റെ ഈ സിമ്പിൾ പ്രസംഗത്തിൻ്റെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കൂടെ വരുന്ന കുഞ്ഞ് ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് അനേബിൾ ചെയ്യാം. മറ്റൊരു നമ്മൾ വീണ്ടും കാണും. അതിലേക്കും ബൈ ബൈ, ടേക്ക് കെയർ.